വരട്ടടാ പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റേൺ ബാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. പിന്നെ മുഖം മാറി. നീ എല്ലാം ക്ലിയർ ചെയ്തല്ലേ, പിന്നെ എന്തിനാ നിനക്ക് വിഷമം വന്നേ? നീ വീണ്ടും ക്ലിയർ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രോൾ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മീം നന്ദൻ. ഇപ്പൊ നമുക്ക് തുടങ്ങാം. ഇവൾ 7 ഞാൻ 6. പക്ഷെ ഞാൻ എന്റെ കഴിഞ്ഞ പടത്തിന് പ്രൊമോഷന് ബിഗ് ബോസിൽ പോയപ്പോ ഇവളവിടെ തോക്കാറായി നിൽക്കുന്നത്. മനസ്സിലായി, തോൽക്കാറായി നിൽക്കുക. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. കൂടുതൽ ദിവസം തന്നെ ഞാൻ 3rd റണ്ണർ. ഞാൻ ഫൈനലിൽ പോയി 3rd റണ്ണർ. ഇവിടെ ഇടയ്ക്ക് പോയി 2ാമത്തെ ആഴ്ച തോറ്റു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്നെ പോലെ നെഗറ്റീവ് വന്നിട്ട് അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്തോ? നീ ഇത് കണ്ടസ്റ്റുണ്ട് ബിഗ് ബോസിൽ. ബിഗ് ബോസിലല്ലോ, നാട്ടിലല്ലേ നടത്തി. ബിഗ് ബോസ് റീഎൻട്രി ചെയ്ത അവസാനം എല്ലാരും കൂടെ പോകുമ്പോ എല്ലാരും കയറി പോകുന്നത്. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. പക്ഷെ എന്നെ നെഗറ്റിവിറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടല്ലേ വന്നേ. തോറ്റില്ലേ? അവൻ റണ്ണറപ്പ് ആയി അടുത്ത സീസണിൽ വന്ന് പടവും പ്രൊമോട്ട് ചെയ്തിട്ട് പോയി. നീ എന്താ ചെയ്ത അവിടെ എന്നുള്ളത്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പക്ഷെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടാ വന്നത്. സത്യം പറയട്ടെ, അത് നിന്റെ തോന്നലാണ്. മനസ്സിൽ അതൊരു കരട് പോലെ. പിന്നെ മുഖം മാറി. നീ എല്ലാം ക്ലിയർ ചെയ്തല്ലേ, പിന്നെ എന്തിനാ നിനക്ക് വിഷമം വന്നേ? നീ വീണ്ടും ക്ലിയർ ചെയ്യണം. നീ ശരിക്കും കരയാണോ? ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.